പറയുകയാണെങ്കിൽ എനിക്ക് സായി ചേട്ടന്റെ മുഖത്ത് നോക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് സന്തോഷം. കാരണം നാളെ ഒരു ടെൻഷനാണ് സത്യം പറഞ്ഞത്. കാരണം ഈ 10ാം ക്ലാസ്സിലൊക്കെ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷേ ഞങ്ങൾക്ക് ടെൻഷനാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാ പ്രേക്ഷകർക്കും ഇത് കൂടായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് ഒരുപാട് പ്രൊമോഷൻസ് ഒക്കെ ഉള്ളൊരു കാലഘട്ടങ്ങളാണ്. പക്ഷെ ഇനി എത്ര പ്രൊമോഷൻ ചെയ്താലും ഭയങ്കര താരങ്ങളില്ലെങ്കിലും ആ പടത്തെ വിജയിപ്പിക്കുന്ന ാണ്. അത് നമ്മൾ മലയാളി പ്രേക്ഷകരായ നിങ്ങൾ ആരെയും പറ്റിക്കാൻ പറ്റില്ലെന്നുള്ള ഒരൊറ്റ തെളിവാണ് ചെറിയ ചെറിയ സിനിമകൾ ഇപ്പോൾ വലിയ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഞങ്ങളും ഒരു സിനിമ കൊണ്ടിറക്കിയാണ്. ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. സിനിമയെ കണ്ടിട്ട് എല്ലാവരും സന്തോഷത്തിലാണ്. പക്ഷെ എങ്കിൽ പോലും പരീക്ഷ എഴുതിയാലും മനസ്സിന്റെ ഉള്ളിൽ ടെൻഷൻ കാണില്ല. എത്ര മാർക്ക് കിട്ടും എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. മാർക്ക് തരേണ്ടത് നിങ്ങൾ എല്ലാവരുമാണ്. ഇത് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഇതൊരു നല്ല ഒരു ഫാമിലി എന്റർടൈൻമെന്റ് സിനിമ തന്നെയാണ്. ഒരിക്കലും നിങ്ങൾക്ക് നിരാശ വരത്തില്ല എന്ന് 99% ഞാൻ ഉറപ്പ് തരുന്നു. 100 തരുന്നില്ല, 99% ഉറപ്പ് തരുന്നു. അതുകൊണ്ട് നിങ്ങളില്ലാതെ ഞങ്ങൾ ആരുമില്ല എന്ന് ഉറച്ചു പറയുകയാണ്. എല്ലാവരും സഹകരിക്കണം. ഈ നിൽക്കുന്ന എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ബാക്കിയുള്ള എല്ലാവരും പിന്നെ കാണണം കേട്ടോ. കാണോ ഒരു കൈയടി കാണൂലേ? ഒരു കൈയടി പ്ലീസ്. താങ്ക് യു. കാണണം കേട്ടോ. താങ്ക് യു ഒരുപാട്. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ കൂടെ, ഷർഫുദ്ദീന്റെ കൂടെ? കല്യാണിയുടെ ഫസ്റ്റ് ഡെബ്യൂ മൂവിയാണ്. സായി കുമാർ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്തപ്പോ? എങ്കിൽ ഞാൻ പറയാം, ഞാൻ ഇതിനകത്തൊരു സീനുണ്ട്. അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് സായി ചേട്ടന്റെ മുഖത്ത് നോക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത് എന്താണെന്ന് അറിയില്ല. ആ സീനിന്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോ 2-3 പ്രാവശ്യം ഷൂട്ട് ചെയ്തു. അവസാനം ഡയറക്ടർ വിഷ്ണു എന്ന് പറഞ്ഞു, ഇത്ര ധൈര്യമായിട്ട് ചെയ്തു, കുഴപ്പമില്ല, അത് സായി ചേട്ടനല്ലായിരുന്നു. സാധാരണ നിൽക്കുമ്പോൾ സായി ചേട്ടൻ തന്നെയാണ്. പക്ഷെ പുള്ളി ക്യാരക്ടർ ആയിരുന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ മുഖത്ത് നോക്കാനേ പറ്റില്ല സത്യം പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ആ സീൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ ഐഡിയപരമായിട്ട് പുള്ളിയുടെ മുഖത്തൊക്കെ നോക്കാതെ ഞാൻ വേറെ എവിടെയൊക്കെ നോക്കി. അത് എന്താണെന്ന് അറിയില്ല. പിന്നെ രണ്ടാമത് സാറ് ജഗദീഷ് സാറ് എൻ്റെ അറിയാലോ, ഞാനൊക്കെ കോമഡി സ്റ്റാർ വരുമ്പോൾ എൻ്റെ ജഡ്ജായിരുന്നു. ഇപ്പൊ കുറെ ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മ്യൂമിക്രിയിൽ നിന്നും സാറിന്റെ കൂടെ ഞാൻ സാറിന്റെ കൂടെ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ത്രൂ ഔട്ടായിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റാണ് പടം ചെയ്യുന്നത്. അത് സാറിന്റെ അനുജനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ഒരുപാട് സന്തോഷം. പിന്നെ ഷറഫ്, കല്യാണി, തുടക്കം കല്യാണി, ഒരുപാട് പേരുണ്ട്. അപ്പോ നല്ല സിനിമയാവും ഒരു പോസിറ്റീവ് ശരീരത്തിലുണ്ട്. എല്ലാവരും നാളെ മധുവിധു എന്ന സിനിമ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ചേട്ടാ പോകുന്നതിന് മുന്നേ ഒരു പാട്ട് പാടിയിട്ട് പോകാവുള്ളൂ കേട്ടോ. ഞാനല്ല ഈ സിനിമയിൽ പാടിയത്. അല്ല, എന്നാലും ചേട്ടൻ ഒരു പാട്ട് പാടും. കാരണം ഒരുപാട് ആളുകൾ എന്നെ സിനിമ കാണാൻ നിൽക്കുന്ന ആൾക്കാരെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കും. ഇവിടുന്ന് പാടിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്ന് പാടാൻ ഈ പാട്ടിന്റെ ആൾക്കാർ സിനിമ